അസ്സലാമു അലൈക്കും. നമ്മളെ ജാസിമോൻ്റെ തൗബ കേട്ടപ്പോൾ ഒന്ന് വന്നതാ. ജാസിമോൻ ദിവസം തൗബ ചെയ്യാറുണ്ട് എന്നാണ്. ദിവസം ഇശാ നിസ്കാരത്തിൽ തൗബ ചെയ്യാറുണ്ട് ജാസിമോൻ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കുന്നു. തൗബ ചെയ്യാറുണ്ട്. കാരണം അത് നമ്മൾ എല്ലാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കണം. തൗബ ചൊല്ലി മടങ്ങുന്നത് വളരെ നല്ല കാര്യമല്ലേ? തൗബ എല്ലാ ദിവസവും കെടുക്കുമ്പോഴല്ല, നിസ്കരിച്ചു കഴിഞ്ഞിട്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ നിസ്കാരത്തിലും ഞാൻ തൗബ ചെല്ലാറുണ്ട്. ഏതായാലും ജാസിമോൻ്റെ തൗബ കേട്ടില്ല നിങ്ങൾ? ജാസിമോനെ എന്ന് പറയാൻ കാരണം ചെങ്ങായി പെണ്ണുങ്ങളെ തുണിമുപ്പായിട്ട് എടുക്കട്ടെ. കുറ്റിപ്പുറത്തുകാരനാണ് ആള്, കുറ്റിപ്പുറത്തുകാരനാണ്. പെണ്ണുങ്ങളെ തുണിമുപ്പായിട്ടിട്ട് ഒരു ചെങ്ങായിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുകയാണ്, ഒരു കുണ്ടൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുകയാണെന്നുള്ളൂ. ഏതായാലും അതാവട്ടെ, അത് വേറെ വിഷയം. അതിപ്പോൾ നമ്മൾ ഈ റമദാനിൽ പറയണില്ല. ഏതായാലും ഈ ചങ്ങായി ദിവസം തൗബ ചെയ്യാറുണ്ട്, നിസ്കാരത്തിൽ തൗബ ചെയ്യാറുണ്ട്. ദിവസം തൗബ ചെയ്യുന്നതാണ്. നിസ്കാരത്തിൽ തൗബ ചെയ്യും, അതുപോലെ സംസ്കാരം കഴിഞ്ഞിട്ട് തൗബ ചെയ്യും എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഈ ചങ്ങായിക്ക് മനസ്സിലായിട്ടില്ല. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും അതൊക്കെ രണ്ടാണ്. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ തൗബക്ക് 4 ഷറത്ത് മുഖാന്തരമാണ് തൗബ ചെയ്യേണ്ടത്. തൗബൻ്റെ 4 ഷറത്ത് മുഖാന്തരം, പ്രത്യേകിച്ച് 4 ഷറത്തുണ്ട് തൗബക്ക്. ആ 4 ഷറത്ത് പ്രകാരം ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തൗബ ചെയ്യേണ്ടത്. ഒന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്തു പോയ ദോഷത്തിൻ്റെ പേരിൽ ഖേദിക്കുക. നമ്മൾ ചെയ്ത തെറ്റുകളുണ്ടല്ലോ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുക, നമ്മൾ ഖേദിക്കുക. രണ്ടാമത്തത് ചെയ്തു വരുന്ന ദോഷങ്ങൾ തൊട്ട് ഒഴിയൽ. ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷമുണ്ടല്ലോ അതിനെ തൊട്ട് ഒഴിയുക. ഇവൻ പറഞ്ഞ് ദിവസം തൗബ ചെയ്യലുണ്ട്. ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷത്തിനെ തൊട്ട് ഒഴിവായിക്കണോ? ഇവപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്ന കൊണ്ട് എടുക്കുകയല്ലേ. അപ്പോൾ ചെയ്തു വരുന്ന ദോഷത്തെ തൊട്ട് ഒഴിയണം. അത് ഒഴിയാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ല, ഒഴിയൽ. മൂന്നാമത്തത് മേലിൽ ഒരു ദോഷവും ചെയ്യുകയില്ലെന്ന് കരുതൽ. മൂന്നാമത്തത് മേലിൽ ഒരു ദോഷവും ചെയ്യുകയില്ലെന്ന് കരുതൽ. നാലാമത്തത് വീട്ടുവാനുള്ള ഹക്കുകളൊക്കെ കൊടുത്ത് വീട്ടുക, അതല്ലെങ്കിൽ ഓരോ കണ്ട് പൊരുത്തപ്പെടിച്ച. ഇങ്ങനെ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. തൗബക്ക് 4 ഷറത്തുകൾ വേണ്ടത്. ഇവിടെ ചെയ്തു വരുന്ന ദോഷങ്ങളെ തൊട്ട് ഒഴിയൽ എന്നുള്ളിടത്താണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവൻ ദിവസം തൗബ ചെയ്യലുണ്ട്. പിറ്റേന്ന് നേരം പോലത്തെ ഓൻ ചെയ്യാണ് സുബഹിസ്കാരം കഴിഞ്ഞാൽ ഈ രൂപത്തിലിങ്ങനെ പെണ്ണുങ്ങളെ വേഷം ധരിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് അന്ന് ഇശാക്ക് ശേഷം തൗബ ചെയ്യുക. എന്ത് തൗബ അല്ലാഹുവായാലും. ഏതായാലും തൗബൻ്റെ ഷർത്തുകളൊക്കെ പാലിച്ചിട്ട് തൗബ ചെയ്യണം. തൗബ നല്ലൊരു കാര്യമാണ്, അതൊക്കെ ശരി തന്നെയാണ്. തൗബ നല്ല കാര്യമാണ്, തൗബ ചെയ്യണം. മേലാൽ ഞാനത് ചെയ്യൂല എന്ന് നമ്മൾ ഉറപ്പിച്ച് ചെയ്യുന്നു. പിന്നീട് അറിയാതെ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ അത് തെറ്റിലേക്കൊക്കെ നമ്മൾ പോയി എന്ന് വന്നേക്കാം. എന്നതുപോലെയല്ല ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. നേരം വെളുത്തുമ്പോൾ തൗബ ചെയ്ത് കാണുന്ന നേരം വെളുത്താൽ വീണ്ടും വൈക്ക് തന്നെയാണ് അത് പോകും എന്നുള്ള ഉറപ്പിച്ചിട്ടാണ് വീണ്ടും ചെയ്യുന്നത്. ഉറപ്പല്ലേ? നേരം വെളുത്ത തുണി കുപ്പായം മാറ്റിയാണ്ട് സാരി ചെയ്യാണ്ട് ഇറങ്ങുകയാണ് എന്നുള്ളത്. നേരം വെളുത്ത സാരി ചെയ്യാണ്ട് ഇറങ്ങുകയാണ്, അതേമാതിരി കൗത്തിൽ മാലയും കെട്ടിയാണ്ട്. എന്താ അതൊക്കെ കോലല്ലേ ഒരു ചെങ്ങായി കാട്ടി കൊണ്ട് എടുക്കുകയാണ്.